നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, ഞാൻ ദിയാസന. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ MDMA കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു, ഡീലറാണ്, തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ എനിക്കെതിരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. അതിനുവേണ്ടിയല്ലേ ഇപ്പോഴേ പോഞ്ഞോണ്ടിരിക്കുന്നത്. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇതിനെതിരെ ഞാൻ കൃത്യമായിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. ഞാനൊരു ഡിഫമേഷൻ സ്യൂട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചോ നോക്കി. കൃത്യമായിട്ട് ഫണ്ട് അടച്ച് തന്നെ മാനനഷ്ടത്തിനുള്ള കേസ് ഞാൻ കോടതി മുഖാന്തരം മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ എൻ്റെ തന്തയല്ല, നിങ്ങളെ തന്ത. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട്, മറുനാടൻ മലയാളി പോലുള്ള ചാനലിൽ, പ്രത്യേകിച്ച് എനിക്ക് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ദിയാസന MDMA ഉപയോഗിച്ചു, അതിനങ്ങ് തംബ്നെയിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്. ഇതെന്ത് വെള്ളരിക്കാ പട്ടണമാണോ? അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, അവളെ ടെസ്റ്റ് ചെയ്യ്, എന്നെ ക്യാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് ഞാൻ. ഇത് വെള്ളരിക്കാ പട്ടണമല്ല. ഞാനിങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ധൈര്യമുണ്ടോ തുറന്നു പറയാൻ? മാനസിക രോഗം പിടിച്ചിട്ട്, ഭ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, ആളുകളുടെ തട്ടിപ്പും നടത്തി, വെട്ടിപ്പും നടത്തി, സമൂഹത്തിന് നാണക്കേടും ഉണ്ടാക്കി. ഉപ്പിട്ടൊരു സർവത്തും രണ്ടെണ്ണം പോകുമ്പോഴോ കിട്ടുമോ? ഈ കുടുംബത്തിന് നാണക്കേണ്ടായി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ് സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാനെന്ന് വെച്ചാൽ ആരാണ് മാന്താത്തത്? സൈക കേട്ടാ പുലി പുല്ലും തിന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പോവാം. പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്ത് കൊല്ലും എല്ലാത്തിനും. പൊതുസമൂഹത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ആത്മഹത്യ ചെയ്തിരിക്കും. കാരണം അത്രയും വലിയ അലിഗേഷൻസ് ആണ് ഈ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ തമ്പ്രാഞ്ചാന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗിഞ്ചിമൂട ഗാന്ധാരി ഒന്ന് ഒതുക്കുക. അല്ലെ ചേച്ചി പറ, തമ്പ്രാഞ്ചാന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ? ഈ മോശം മലയുടെ കരച്ചിൽ പറഞ്ഞടാ. പറഞ്ഞോ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആരെയും പേടിയില്ല. മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത്? നമ്മൾ എന്ത് പ്രശ്നം കാണിക്കുന്നുണ്ടോ അത് സമൂഹത്തിന് മുമ്പിൽ കാണുന്നുണ്ട്. അതൊരു സോഷ്യൽ കോസ് ആയിരിക്കും. അത് എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. സജിന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് പറയണം. 1. 2, എപ്പ സജിനയുടെ വീട്ടിൽ വന്നെന്ന് പറയണം. സജിന സായിയോട് പറഞ്ഞു അത്രേ, സജിനയുടെ വീട്ടിൽ വന്നതിന്റെ റെക്കോർഡ് ഉണ്ടെന്ന്, വീഡിയോ ഉണ്ടെന്ന്. സജിന അത് പബ്ലിഷ് ചെയ്യണം. ഞാൻ സജിനെ വെല്ലുവിളിക്കുകയാണ്. ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. ഒരു മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവിയപ്പോ എനിക്കിപ്പോ അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് മാനസിക രോഗികളെ പോലെയാണ് അവരുടെ പെരുമാറ്റം. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഞാൻ എന്റെ മുടിയോ മലമോ മൂത്രമോ ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് റിപ്പോർട്ടാന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്നോണ്ട് പറയും എന്താണെന്ന് അറിയാവോ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ സമൂഹത്തിൽ പ്രതികരിക്കുന്ന പെണ്ണാണ്. ഞാൻ കുറച്ച് അഹങ്കാരിയാണ്, ഞാൻ കുറച്ച് തന്റേടിയാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കൊണ്ടുവരുന്നതൊക്കെ ഫേക്കാന്ന് പറയും. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. സജിനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സജിനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സജിന ഇവരെയൊക്കെ എടുത്ത് വെളിയിലിടും അത്രേ. പക്ഷെ ഈ റീസെന്റ് ലേറ്റസ്റ്റ് വന്ന സുഹൃത്ത് ഞാനാണ്. ഗതിമുട്ടിയപ്പോ സ്വന്തം തെറ്റുകളെ മറ്റുള്ളവരുടെ പുറത്ത് പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? അല്ല, ഇവിടെ ആരും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ശേഷമാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത്, ഇതുപോലെ ദിയ
ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോഴും റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ഒരാളിന്റെ ഒപ്പമായിരുന്നു ഞാൻ നിന്നിരുന്നുള്ള രീതിയിൽ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് എന്റെ സായിയുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇതേ കാര്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് എതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്, അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജിന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്ത് എന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ബ്രേക്ക് ഫാസ്റ്റിന് മുമ്പ് ഇരുന്നതാ, ഇപ്പോ ലഞ്ച് ടൈം ആയിട്ട് തീർന്നിട്ടില്ല നിന്റെ പാവങ്ങൾ. അല്ല, ഇന്റർവെൽ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് ഫാദർ. അവസാനം വന്നാ എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കേട്ടില്ലേ, നാണം കേട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട. ജാത്യാലുള്ളൂ തൂത്താ പോവോ? തൂത്താ പോകത്തില്ല. നിയമശാല എന്റെ കുറെ സാധനങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് എവിടുന്നാ ലീക്ക് ആയെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ചായനെ അയച്ചിട്ടുണ്ട്, ഷാലുവിനെ അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മളുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയും, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. എനിക്ക് ഈ വിഷയത്തിനകത്ത് കൂടുതൽ സംസാരിക്കാനും മെനങ്ങാനൊന്നും വയ്യ. ഇനി എന്റെ കയ്യിൽ സജിന തന്ന എല്ലാ റെക്കോർഡ്സുകളും ഏത് യൂട്യൂബർമാരെ വിളിച്ചാലും ആൾക്കാർ ആരിതാക്കിയാലും ഞാൻ തരാം. എത്ര ആളുകളെ ഇതിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരെ കയ്യിൽ നിന്നും ഇവര് കാശ് വാങ്ങി, ലക്ഷങ്ങള് കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവര് പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഒരു പരനാറ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. രൂപമാറ്റത്തിൽ നിന്ന് സജിനയെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ്. അതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും സജിനയെ പറ്റി ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും സജിനേനെ ഞങ്ങളുടെ അയൽവക്കത്ത് പോലും ഞാൻ എത്തിക്കത്തില്ല. ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കും? പറഞ്ഞുതരാം. പാലക്കാട് ഒരു കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ്. എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുറ്റീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ് സജിന. പിന്നെ ഈ ലോകം മൊത്തത്തിൽ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയത് കൊണ്ടിട്ട്, ഒരു മാഡം ആയത് കൊണ്ടിട്ട് പ്രശ്നമില്ല, എല്ലാരും കണക്ക് തന്നെ. ഇത് പറയുന്നതിൽ നാണക്കേടുണ്ട്. കാരണം ഒരു സ്ത്രീയെ പറ്റിയിട്ട് വന്നിരുന്ന് അവരായിരിക്കും. ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഈ ഫ്രോഡ് അലിഗേഷൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ഇവൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന രീതിയിൽ വന്നതിനെ പറ്റിയിട്ടും നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കണം. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ, പിള്ളേരെ പേടിപ്പിച്ചിട്ട്. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? കാരണം ഫ്രോഡ് കേസുകൾക്കും ഫ്രോഡ് അലിഗേഷൻസിനുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ സ്ത്രീയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് ഞാൻ ചലഞ്ച് ചെയ്യാം. നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഡിക്ഷൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം സോ ഐ ആം സോറി. കഴിഞ്ഞു മിസ്റ്റർ ഡിക്ഷൻ.